safari vehicle or walking trail? Walking trails in Western Ghats. Nothing can beat the feeling of that. You have to treat your Instagram profile as a baby, right? Yeah, absolutely. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാം, like how you deal your profile and like what is the tips and tricks? ബാലേന്ദ്ര മേനോൻ സീനാണ്, വൺ മനുഷ്യനാണ്. സിനിമ പിടിക്കുന്നത് ഞാൻ, പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാൻ, ഡയറക്റ്റ് ചെയ്യുന്നത് ഞാൻ, നായകനും ഞാൻ, പോസ്റ്റർ ഒട്ടിക്കുന്നത് ഞാൻ എന്ന് പറഞ്ഞ അവസ്ഥയാണ്. എല്ലാം ഞാൻ തന്നെയാണ്. പ്രോസസ്സിങ് ഈസ് നോട്ട് എ ക്രൈം. എന്നെ അപേക്ഷിച്ച് പ്രോസസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഹാൻസിങ് വാട്ട് എവർ ഇറ്റ് ഈസ് ദെയർ. അവിടെ ഉള്ളത് എൻഹാൻസ് ചെയ്യില്ല. മാനിപ്പുലേഷൻ എന്നുള്ള പരിപാടി ഞാൻ ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല. നിക്കോണിൻ്റെ കളേഴ്സ്, ഐ ജസ്റ്റ് ലവ് കളേഴ്സ് ഓഫ് നിക്കോൺ. 100% എത്തിക്കലായിട്ടുള്ളൊരു ഫോട്ടോഗ്രാഫർ ഉണ്ടോ? ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. How was your ZR experience? ZR is amazing. It's a pocket ഡൈനാമോ എന്ന് പറയാം. നെക്സ്റ്റ് ലെവൽ. R3D വർക്ക് ചെയ്യുമ്പോൾ ഫയൽസ് ഒക്കെ R3D ഫയൽ ആയിരുന്നു വലിച്ച് കീറി എന്തുകൊണ്ടും ചെയ്യാം. ഇത് റാപ്പിഡ് ഫയർ ആണ്. പൊളിക്കും. നിങ്ങൾ മറ്റേ ഗിഫ്റ്റ് ഹാമ്പർ ഒക്കെ തരുമോ എന്നിട്ട് അവസാനം കരൺ ചോറ് കൊടുക്കുമ്പോൾ? ഗിഫ്റ്റ് ഹാമ്പർ ഇത് റിലീസ് ആവുമ്പോൾ കിട്ടും. അത് കിട്ടും. ഫോട്ടോഗ്രാഫി മാത്രമല്ല, എല്ലാ സെഗ്മെൻറ്റും അങ്ങനെ പുതിയ ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നു പോകാനുള്ള. സോ വാട്ട് യു തിങ്ക് ലൈക്ക് നെക്സ്റ്റ് 5 years വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഏത് രീതിയിലേക്ക് ചേഞ്ച് ചെയ്യും? വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ക്യാമറ ഗിയറുകളൊക്കെ മാറി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഓരോ കാലഘട്ടത്തിൽ. ഇപ്പോൾ നമ്മൾ DSLR ഞാൻ യൂസ് ചെയ്തത് ആദ്യത്തെ DSLR ആയിരുന്നു. ഇനിയിപ്പോൾ മിറർലെസ്. നമ്മൾ DSLR നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്കറിയില്ല, നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സെറ്റിങ്സുകളൊന്നും കാണാൻ പറ്റുന്നില്ല. നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നോക്കിയതിന് ശേഷമല്ലേ നമുക്ക് തിരിച്ചറിയാം. ഇപ്പോൾ മിറർലെസ്സിൽ നമ്മൾ എക്സ്പോഷർ കുറച്ച് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണാൻ പറ്റും. അങ്ങനെയുള്ളൊരു എടുക്കുന്നതിന് മുന്നേ തന്നെ എടുക്കുന്നതിന് മുമ്പ് കഴിഞ്ഞു. അതെ, നമുക്ക് എന്താ എടുക്കണമെന്ന് നമുക്ക് എക്സാക്ട് നമുക്ക് എന്താ കിട്ടണമെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഷട്ടർ ബട്ടൺ ഞെക്കുന്നതിന് മുമ്പ് തന്നെ. ഇതിപ്പോൾ ഇപ്പോൾ AI ഒക്കെ വന്നതിന് ശേഷം ഒരുപാട് ഇവോൾവ് ആയി. ആൾക്കാർ ഒരുപാട് ഫൈൻ ആർട്ട് ഫോട്ടോഗ്രാഫേഴ്സ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഫൈൻ ആർട്ട് ഫോട്ടോഗ്രാഫേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ മിക്സ് ചെയ്ത് അവരുടെ ക്രിയേറ്റിവിറ്റി കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അവർ അതിനെ ഏത് രീതിയിൽ കാണിക്കണം, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പല രീതിയിൽ കാണിക്കാമല്ലോ. അപ്പോൾ വെച്ചാൽ അവരെടുത്ത ഫോട്ടോയെ തന്നെ അവർ ഇച്ചിരി മോഡിഫൈ ഒക്കെ ചെയ്തിട്ടൊക്കെ രീതിയിൽ പല രീതിയിലൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പം മേ ബി ഇൻ ഫ്യൂച്ചർ ആൾക്കാർ പല രീതിയിലാണ്. ഇപ്പം എന്തായാലും ഫോട്ടോ എന്നുള്ളതിനൊക്കെ ഉപരി വീഡിയോ എന്നുള്ളൊരു സെഗ്മെൻറ്റിലേക്ക് മൂവായി ഒരുപാട്. ഫോട്ടോയ്ക്ക് ഇപ്പോഴും വാല്യൂ ഉണ്ടില്ല എന്നല്ല, പക്ഷെ ആൾക്കാർ ഇപ്പോഴും ഒരു ഡോപ്പമിൻ നമ്മൾ കൊടുക്കുന്നത് വീഡിയോയിലാണ്. ഫസ്റ്റ് ഇപ്പോൾ റീലോ അല്ലെങ്കിൽ ഇതിനോ ഒരാളെ ഒരു 3-4 seconds അവർ റീലിൽ ഇരുത്താൻ പറ്റുകയാണെങ്കിൽ ദാറ്റ്സ് ഹൗ നമ്മുടെ കണ്ടന്റ് കയറി പോകുന്നത് എന്നുള്ള രീതിയിലെത്തി. അപ്പോൾ അത് പല രീതിയിലേക്ക് വീഡിയോയിലും പല സ്റ്റൈലിലും പല രീതിയിലും സിനിമാറ്റിക് അത് എന്നൊക്കെ പറഞ്ഞിട്ട് വരും. ഇറ്റ് വിൽ സപ്പോർട്ട് ഇൻ എ വേ. വൈൽഡ് ലൈഫിന് ഇപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ മൃഗങ്ങൾക്ക് ഇപ്പോൾ എന്ത് വന്നാലും എന്ത് വന്നാലും അവരുടെ ക്യാരക്ടറും ബിഹേവിയറും ഒന്നും വലിയ ചേഞ്ച് ഒന്നും വരാൻ പോകുന്നില്ല. പക്ഷേ മാറുമായിരിക്കും കുറേയൊക്കെ ഡിഫറൻസ് അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ പോസ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കുറേ നാൾ കഴിയുമ്പോൾ ഇനി പുതിയ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ടൈഗറൊക്കെ പോസ് ചെയ്ത് തരുമെന്ന് പറയാൻ പറ്റില്ല. ലൈറ്റിലേക്ക് മാറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല. ഷെയ്ഡിൽ നിൽക്കണോ ലൈറ്റിൽ നിൽക്കണോ എന്നൊക്കെ ഏത് രീതിയിലതും പറയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിന്റെ എണ്ണം അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ട്. എവിടെ ഞാനിപ്പോഴും ഒരു 400 കിടന്നു തുടങ്ങിയിട്ട് 2-3 വർഷം കണ്ടായി. 400K ആണല്ലോ. 400K കിടന്നു തുടങ്ങിയിട്ട് 3 വർഷം കണ്ടായി. അതൊക്കെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ബേസിക് സംഭവം. ഇപ്പൊ മില്യൻസ് അല്ലേ. എനിക്ക് തോന്നുന്നു ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷനിലെ ടോട്ടൽ വോട്ടേഴ്സിന്റെ എണ്ണം ലൈക്ക് അറൗണ്ട് 6 to 7 lakh മറ്റോ അല്ലേ. സോ അത് വെച്ച് നോക്കുമ്പോ അത്യാവശ്യം വോട്ട് പിടിക്കാം. പണ്ട് എൻ്റെ അച്ഛൻ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റും പൊളിറ്റീഷ്യനും ആയിരുന്നു. അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ 10-20 വർഷമായി. അച്ഛൻ ഇലക്ഷനൊക്കെ നിന്നേക്കണമല്ലോ. അപ്പോൾ അതുപോലെ നമ്മൾ ഒന്ന് ഇൻസ്റ്റാഗ്രാം വഴി ഒന്ന് ഇറങ്ങി നോക്കാം. എനിക്ക് തോന്നുന്നു ആ രീതിയിലേക്കൊക്കെ അല്ല, അതിനുള്ളൊരു സ്കോപ്പൊക്കെ ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നത് അപ്പം കുറേ വർഷം മുന്നേ നമ്മുടെ തുടക്കകാലത്ത് നമ്മൾ പരിചയപ്പെട്ട് സമയത്ത് അന്നോട്ടേ സുഭാഷ് ഏട്ടൻ പറയണ്ടായിരുന്നു നീ ഇൻസ്റ്റാഗ്രാം നോക്കുക എന്നൊക്കെ. അപ്പം അന്ന് സുഭാഷ് ഏട്ടൻ പറഞ്ഞൊരു കമൻറ്റ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. You have to treat your Instagram profile as a baby, right? Yeah, absolutely. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാം, like how you deal your profile and like what is the tips and tricks? ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മെസ്സേജ് അയക്കുന്ന ഒരു പരിധി വരെയുള്ള എല്ലാവരെയും ഞാൻ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. ഓക്കെ. എനിക്ക് മെസ്സേജ് അയക്കുന്ന ഒരു പരിധി വരെയുള്ള ജസ്റ്റ് ഹായ് അല്ല, അതിലെന്തെങ്കിലും റീസൺ കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് സംസാരിക്കാനുള്ളൊരു ചിലർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ലൈക്ക് ഹായ് എന്ന് മാത്രം അടിച്ച് നിർത്തി കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല എന്താണ് തിരിച്ച് നമ്മളൊരു ഹായ് വരും, പിന്നെ വീണ്ടും ഒരു ഹായ്, പിന്നെ പിറ്റേ ദിവസമായിരിക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ അത് ഒഴിച്ച് ബാക്കി എന്തെങ്കിലും ടോപ്പിക് ഉണ്ടെങ്കിൽ ഞാൻ എല്ലാവരുമായിട്ടും ഞാൻ ഇൻട്രാക്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. കാരണം നമ്മൾ എന്ന് പറയുന്ന സംഭവം ഫോട്ടോഗ്രാഫർ എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയ വഴിയാണല്ലോ നമുക്ക് അധികവും ഒരു പബ്ലിസിറ്റി കിട്ടുന്നത്.
ഈ പബ്ലിസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ്. ആസ് ആൻ ആർട്ടിസ്റ്റ് ഐ നീഡ് ഓഡിയൻസ്. വിത്തൗട്ട് ഓഡിയൻസ് അല്ലെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ഞാൻ നല്ലൊരു ചിലരൊക്കെ പറഞ്ഞേക്കാൻ പാടില്ല ഞാൻ ഫോട്ടോ ഞാനിത് ശരിക്കും സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി ഒന്നല്ല എടുക്കണേ, എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി. എന്നാൽ പിന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമേ എന്തിനാ? എനിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ സന്തോഷം, എൻ്റെ പേഴ്സണൽ സന്തോഷമുണ്ട്. പക്ഷേ ഇതൊരാൾ കണ്ടിട്ട് അത് നല്ലതാണെന്നോ അല്ലെങ്കിൽ കൊള്ളില്ല സുഭാഷ് ഇത് നന്നാക്കാമായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്കതൊരു ഇമ്പ്രൂവ്മെൻറ്റിനുള്ള ചാൻസും ഉണ്ട്. അല്ലെങ്കിൽ നല്ലതാന്ന് പറയുമ്പോൾ അത് നമുക്കൊരു പോസിറ്റീവ് ഇതുണ്ട്. അല്ലാതെ എൻ്റെ ഭാര്യയും പിള്ളേരും അമ്മയും മാത്രം കണ്ടിട്ട് എന്ത് കാര്യം? നമ്മള് പേഴ്സണലി അറിയാത്ത ഒരാൾ എത്രയോ ദൂരത്തിരുന്നുകൊണ്ട് നമ്മളൊരു ഫോട്ടോ കണ്ടിട്ട് അപ്പോൾ ചില സമയങ്ങളിലൊക്കെ നമുക്ക് ചാൻസുകൾ ചിലപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ആരിലൊക്കെ മുട്ടത്തിലേക്ക് കയറുന്ന പെട്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് സുഭാഷ് നായരല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അപ്പം ഞാൻ ശരിക്കും ഉള്ളിൽ മറ്റേ സലീം കുമാർ മറ്റേ സിനിമയിലിരിക്കുമ്പോൾ അങ്ങനെ തിയേറ്ററിലിരിക്കുമ്പോൾ പക്ഷെ എന്നാൽ പോലും ചിലപ്പോൾ ഒക്കെ തോന്നി. അപ്പോൾ നമ്മൾ ശരിക്കും നമ്മളതൊന്നും പ്രതീക്ഷിക്കണമല്ലോ. അപ്പോൾ നമുക്ക് ചെറിയതായിട്ടാണെങ്കിൽ പോലെ ഒരു ചെറിയൊരു ആ ഒരു വാല്യൂ നമുക്ക് അവരുടെ ഇടയ്ക്ക് കിട്ടുമ്പോൾ നമ്മൾ അവരെ അതേ രീതിയിൽ നമ്മൾ നോക്കിയില്ലെങ്കിൽ, അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പ്രൊഫൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്താലൊന്നും പോരാ. നമ്മളെല്ലാം പോസ്റ്റ് ചെയ്യുന്ന ഒരു ടൈം ഉണ്ടാവും, ആ ടൈമിൽ തന്നെ പോസ്റ്റ് ചെയ്യണം. കൺസിസ്റ്റൻസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ കൺസിസ്റ്റൻ്റായിട്ട് പോസ്റ്റ് ചെയ്തിട്ട് പോലും കയറില്ല. ബട്ട് വൺ ഡേ യു വിൽ മേക്ക് ഇറ്റ്. അത് പ്രീ ഷുവർ. നമ്മൾ ഒരുപാട് ആൾക്കാരുടെ പ്രൊഫൈലുകളുണ്ട്, ഒരുപാട് ഡെഡായിട്ട് വരുന്ന പ്രൊഫൈലുകളൊക്കെ കൺസിസ്റ്റൻസി മാത്രം മാനേജ് ചെയ്തിട്ട് കയറി പോകുന്നേക്കണേ ഒരുപാട് ആൾക്കാരുണ്ട്. നല്ല രീതിയിൽ നല്ല കണ്ടൻറ്റാണ് അവരുടെ. പക്ഷെ കോണ്ടന്റ് നന്നായിട്ട് മാത്രം കാര്യമില്ലല്ലോ. ചിലപ്പോൾ ഈ അവരുടെ ആൽഗോരിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അവർക്ക് തന്നെ അറിയാൻ പാടില്ലാത്ത അവസ്ഥയില്ല. അപ്പം നമ്മളതിനെ ടാക്കിൾ ചെയ്തെടുക്കാനുള്ള ഒരു കുറേ സമയം എടുക്കും. ഞാനിപ്പോഴും എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ചിലതൊക്കെ ഓൾമോസ്റ്റ് എവറി ഡേ പോസ്റ്റ്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് റീച്ചൊക്കെ ഇപ്പം എൻ്റെ അത്ര ഇതൊന്നുമില്ല. ഇപ്പം എൻ്റെ ഇങ്ങനെ ഡെഡിൽ കിടക്കുന്ന ഒരു അവസ്ഥയില്ല. അത് കുറച്ച് കഴിയുമ്പോൾ കയറിപ്പോരും. എനിക്ക് ഞാൻ പ്രിറ്റി ഷുവർ ദാറ്റ് ഇറ്റ് വിൽ കം ബാക്ക്. അങ്ങനെയാണ്. അപ്പോൾ നമ്മളത് അങ്ങനെ ഗിവ് അപ്പ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ 10 ദിവസം പോയിട്ട് എനിക്ക് ആരും നോക്കാനൊന്നുമില്ല, എൻ്റെ ആരും മൈൻഡ് ചെയ്യണില്ല എന്ന് പറഞ്ഞ് കിട്ടി കഴിഞ്ഞാൽ നടക്കില്ല. നമ്മൾ കുറേ ചിലപ്പോൾ വർഷങ്ങളെടുക്കായിരിക്കും. പക്ഷേ ഏതെങ്കിലും ഒരു ദിവസം യു വിൽ മേക്ക് ഇറ്റ്. ആ ഒരു ദിവസം വരെ അന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞ് കുറേ നാളത്തേക്ക് ഇത് ചെയ്യണം. അപ്പോൾ നമ്മൾ കോവിഡ് ടൈമിലൊക്കെ ഒരുപാട് ഇപ്പോൾ എനിക്ക് നാട്ടിൽ കേരളത്തിൽ നിന്ന് ഒരുപാട് ഫോളോവേഴ്സൊന്നും ഉണ്ടായില്ല. കോവിഡാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഇതായി വന്നത്. കോവിഡ് ടൈമിൽ ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അത്യാവശ്യം കുറേ പേരെ പരിചയപ്പെട്ടു. രണ്ടൊന്നും മാതൃഭൂമിയിലോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ആർട്ടിക്കിൾ വന്നുണ്ട്. അന്ന് വേറെ ആരും കിട്ടാണെന്നില്ലാതെ തന്നെ നമ്മളെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ കുറേ ആർട്ടിക്കിളൊക്കെ അത് ഇതൊക്കെ ആയിട്ട് കുറേ യാത്രാ മാഗസിനിലൊക്കെ വന്നു, ട്രാവലറിൽ വന്നു, അങ്ങനെ കുറേ വന്നു കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ പരിചയപ്പെട്ടു. പിന്നെ കുറേ ഫിലിം സ്റ്റാർസ് മലയാളം ഇൻഡസ്ട്രിയിലുള്ള കുറേ പേരെ പരിചയപ്പെട്ടു. അവരൊക്കെ സപ്പോർട്ട് ചെയ്തു, അവരൊക്കെ ഫോട്ടോയൊക്കെ റീപോസ്റ്റ് ചെയ്തു. അങ്ങനെ പരിചയപ്പെട്ട് കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ പരിചയപ്പെട്ട ഒരാളാണ് ടോവിനോ തോമസ്. നല്ല സുഹൃത്തുക്കളാണ് ഞങ്ങളിപ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. പിന്നെ നമ്മളപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അന്ന് ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മളിപ്പോഴും ഈ ഒരു ഇതിൽ ഇത്ര ഒന്നും എത്തിപ്പെടില്ലായിരുന്നു ചിലപ്പോൾ. അതായത് കാരണം അവരൊക്കെ നമ്മളൊരു വർക്കൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അത് അവരുടെ ഒരു ഹ്യൂജ് ഇതിലേക്ക് എത്തിപ്പെടുക, ഫാൻ ബേസിലേക്ക് എത്തിപ്പെടുക. അപ്പോൾ അവർക്കും കൂടെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ നമ്മളെ ഫോളോ ചെയ്യും. മനസ്സിലായില്ല? അപ്പോൾ മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റിയിൽ അങ്ങനെ പോകുന്നത്, അല്ലെങ്കിൽ അങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കിങ്ങിൽ പോകുന്നത് അതൊരു ലക്കായിട്ട് ഞാൻ കാണുന്നു. അത്രേ ഉള്ളൂ. സുഭാഷിൻ്റെ ഇമേജസിൻ്റെ പ്രോസസ്സിങ്ങും അല്ലെങ്കിൽ എഡിറ്റിങ്ങും ഒക്കെ നിങ്ങൾ തന്നെയാണോ ചെയ്യുന്നത്? അല്ല, ഞാൻ ബാലേന്ദ്രമേനോൻ സീനാണ്, വൺ മാൻ ഷോ ആണ്. സിനിമ പിടിക്കുന്നത് ഞാൻ, പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാൻ, ഡയറക്റ്റ് ചെയ്യുന്നത് ഞാൻ, നായകനും ഞാൻ, പോസ്റ്റർ ഒട്ടിക്കുന്നത് ഞാൻ എന്ന് പറഞ്ഞ അവസ്ഥയാണ്. എല്ലാം ഞാൻ തന്നെയാണ്. എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള വർക്കുകൾ, എന്തെങ്കിലും പ്രൊജക്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഞാൻ എഡിറ്ററെ ഹയർ ചെയ്യും. എന്തെങ്കിലും BTS ഷൂട്ടൊക്കെ ചെയ്യണം, പിന്നെ അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ എല്ലാ റീലുകളും എല്ലാ ഫോട്ടോകളും എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. പ്രോസസ്സിങ് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ആയിരിക്കും പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സിംഗ് ഈസ് നോട്ട് എ ക്രൈം. എന്നെ അപേക്ഷിച്ച് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഹാൻസിങ് വാട്ട് എവർ ഇറ്റ് ഈസ് ദെയർ. അവിടെ ഉള്ളത് എൻഹാൻസ് ചെയ്യില്ല. മാനിപ്പുലേഷൻ എന്നുള്ള പരിപാടി ഞാൻ ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല, മാനിപ്പുലേറ്റ് ചെയ്തിട്ടേ ഇല്ല. കാരണം എനിക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഞാൻ 2000 മുതൽ അഡോബ് ഫോട്ടോഷോപ്പിൽ വർക്ക് ചെയ്യുന്നത് എൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടറാണ് അഡോബ് ഫോട്ടോഷോപ്പിൽ. കാരണം ഞാൻ ഡിസൈനറാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളറിയാതെ എനിക്ക് AI ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ അറിയാം ഫോട്ടോഷോപ്പിൽ. കാരണം ഞാനത് കഴിഞ്ഞ 25 വർഷമായിട്ട് അതെൻ്റെ ബ്ലൈൻഡ്ലി എൻ്റെ കൈ പോകും ഇതിൽ. എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ടൂൾ വളരെ കറക്റ്റായിട്ട് അറിയാവുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. എനിക്ക് അതിനോട് വലിയ താല്പര്യം തോന്നിയിട്ടില്ല. എൻ്റെ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ എൻഹാൻസ് ചെയ്യാന്നുള്ളതാണ്. എന്തെങ്കിലും അതിലുള്ളത് എൻഹാൻസ് ചെയ്തെടുക്കും. ഇപ്പോൾ കളർ, ഒരു ബ്ലൂ കളർ ഉണ്ടെങ്കിൽ അത് ഇച്ചിരി വൈബ്രൻ്റ് ആക്കി മാറ്റണം എന്ന് തോന്നുകയാണെങ്കിൽ ഞാനത് അങ്ങനെ എൻഹാൻസ് ചെയ്തെടുക്കും. അല്ലെങ്കിൽ അതല്ലാതെ ഒരു 10 to 13% പ്രോസസ്സിങ്, അതിനപ്പുറത്തേക്കൊന്നും ഞാൻ വലിയ കാര്യങ്ങളായിട്ടൊന്നും ചെയ്യാറില്ല. പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ അതൊക്കെ അവനവൻ്റെ പേഴ്സണൽ ചോയ്സാണ്. അവർക്കിപ്പോൾ നമ്മൾ ചിലർ യെല്ലോ ടിൻറ്റിലായിരിക്കും ചിലർക്ക് താല്പര്യം, ചിലർ എനിക്കെപ്പോഴും ഒരു കൂൾ ബ്ലൂ ടിൻറ്റിനോട് താല്പര്യം വന്നേക്കണേ. അപ്പോൾ നിക്കോണിൻ്റെ കളേഴ്സ്, ഐ ജസ്റ്റ് ലവ് കളേഴ്സ് ഓഫ് നിക്കോൺ. അപ്പോൾ ആ ഒരു ബേസിലാണ് ഞാനും പോകുന്നത്.
പ്രോസസ്സിങ് എല്ലാം തന്നെ സ്വന്തം പരിപാടി തന്നെ. പക്ഷേ ഈ മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞപ്പോൾ മാനിപ്പുലേഷൻ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ളൂ, ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ അത് ചെയ്യുന്നതുകൊണ്ട് എന്താ കുഴപ്പം? നമ്മുടെ ആർട്ടിസ്റ്റ് ഇപ്പം നമ്മൾ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് ആൾക്കാർ പറയില്ലേ എന്ന് പറഞ്ഞിട്ട് ആർട്ടിസ്റ്റിന് അങ്ങേർക്ക് എന്താ ചെയ്യേണ്ടതെന്നാണ് ഇവിടെ പ്രശ്നം വരുന്നത്. എന്താണെന്ന് വെച്ചാൽ അപ്പം ഞാനിപ്പോൾ ഒരു കടുവ നിന്നിട്ട് അതിൻ്റെ മുമ്പിൽ ഒരു പൂമ്പാറ്റയെ കൊണ്ടുവച്ചിട്ട് ബട്ടർഫ്ലൈയെ കൊണ്ടുവച്ചിട്ട് എനിക്ക് കറക്റ്റായിട്ട് ഒറ്റ ഷോട്ടിൽ കിട്ടി എന്ന് പറയരുത്. നിങ്ങൾ വച്ചപ്പോൾ ഇത് ഞാനിങ്ങനെ ദിസ് ഈസ് ഹൗ ഐ വാണ്ട് ടു ഷോ ദിസ് ടു യു, അങ്ങനെയാണ്. അതൊരു ഫൈൻ ആർട്ട് ഫോട്ടോഗ്രാഫി. അങ്ങനെ പറഞ്ഞിട്ട് ചെയ്യണതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നോട് പലരും ചോദിക്കാറുണ്ട്, നിനക്കെന്താ കടുവയും മറ്റേ ആനേനെ ഇതൊന്നും എടുക്കുമ്പോൾ മറ്റേ പൂമ്പാറ്റകളും ഇതൊന്നും ചെയ്യും. ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടാറില്ല, അപ്പം മറ്റവർക്ക് കിട്ടൂല. ഞാൻ ചോദിച്ചു നോക്കണം അതെങ്ങനെയാണെന്ന് അറിയണം. പക്ഷെ പലരും പറയാറുണ്ടോ, പലരും ഭയങ്കരമായിട്ട് ചെയ്യുന്ന പല ആൾക്കാർ നന്നായിട്ട് പറഞ്ഞിട്ട് ചെയ്യുന്നവർ, കാരണം അവർക്കത് അങ്ങനെയാണ് കാണിക്കാൻ താല്പര്യം. പക്ഷെ ഇതില്ലാണ്ട് മാനിപ്പുലേറ്റ് ചെയ്ത് വയ്ക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ആർട്ടിനെ മാറ്റാമല്ലോ. അത് പക്ഷേ അത് നമ്മൾ എന്നിട്ട് മറ്റുള്ളവരോട് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ആയിരുന്നില്ല, ഇത് ഇങ്ങനെ കിട്ടിയതാണ്, ഞാൻ ഇങ്ങനെ സെറ്റിംഗ് ഒക്കെ എടുത്ത് ഇങ്ങനെയാണ്, അതൊക്കെ പറഞ്ഞാൽ പ്രശ്നമുള്ളൂ. അല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അബ്സല്യൂട്ട്ലി ഫൈൻ. നോർമലി വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരുപാട് സ്പെൻഡ് ചെയ്തിട്ടാണ് പല ട്രിപ്പിനും പോകുന്നത്. ഓക്കെ, എന്നിട്ട് ഒന്നും കിട്ടാതെ തിരിച്ചു വരുന്ന അവസ്ഥ പിന്നെ ഉണ്ടായിട്ടുണ്ടോ? പിന്നെ കഴിഞ്ഞ റീസെൻറ്റ് ട്രിപ്പിൽ പെഞ്ചിലല്ല കാനയിൽ പോയപ്പോൾ ഞങ്ങൾ വലിയ പ്രതീക്ഷയിലാണ് പോയത്. ഞാനും വരണം കൂടെയായിരുന്നു. ഞങ്ങൾ ഒരുപാട് കറങ്ങി. പൈസ എൻ്റെ അല്ലേ അവൻ്റെ പോയെ, എന്നാൽ പോലും പൈസയല്ലേ. പുള്ളി ബുക്ക് ചെയ്തിട്ടായിരുന്നു ട്രിപ്പായിരുന്നു. അപ്പോൾ ഞാനും വരാമെന്ന് പറഞ്ഞ് ഞാനും കയറിപ്പോയതും. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വലിയ പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ലാസ്റ്റ് ഒരു സഫാരിയിലേ ഞങ്ങൾക്ക് കിട്ടുള്ളൂ. 8 സഫാരി 7 സഫാരി എംപ്റ്റി ആയിരുന്നു. അങ്ങനെ പല സന്ദർഭങ്ങളിലും പറ്റിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നമ്മളൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കാട്ടിൽ പോകുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, നിങ്ങൾ ഒരേ കാട്ടിലേക്ക് തന്നെയല്ലേ പിന്നെയും പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരേ കടുവയും ഒരേ ആനയെ തന്നെ, ഓരോ കാടിനും ഓരോ സമയത്തും എല്ലാം. ഇപ്പോൾ നമ്മൾ എല്ലാത്തിനും ഇപ്പം ഇന്നലെ ഞാൻ ഫ്ലൈറ്റിലിരുന്നപ്പോൾ പൈലറ്റുമായിട്ട് എൻ്റെ അടുത്തിരുന്നൊരു പൈലറ്റായിരുന്നു. പുള്ളി കൊച്ചിക്കാരനാണ്. പുള്ളിയോട് സംസാരിക്കായിരുന്നു. പുള്ളിയോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ ലാൻഡിങ്ങിനെ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ. ആ പൈലറ്റായിരുന്നോ ഓടിച്ച? അല്ലല്ല, മറ്റേ ട്രോളുണ്ടായിരുന്ന പോലെ. ഇന്നലെ പുള്ളിക്കായിരുന്നു വിധി. എൻ്റെ അടുത്ത് ആരും വന്നിരുന്നാലും ഞാൻ വെറുതെ വിടില്ല. അത് ഓട്ടോറിക്ഷയിലും ഫ്ലൈറ്റായാലും ബസ്സായാലും എൻ്റെ അടുത്തിരിക്കുന്നവൻ പുള്ളി പണികൃതി വൈൽഡ് ലൈഫ് ഇന്ന് മിക്കവാറും പുള്ളിയൊക്കെ അതൊക്കെ എടുത്തിങ്ങനെ റൂമിൽ ഇരിപ്പുണ്ടാവും, ഇങ്ങനെ ഇരിപ്പുണ്ടാവും. പുള്ളി പക്ഷെ നല്ലൊരു മനുഷ്യനായിരുന്നു. പുള്ളി കൊച്ചിക്കാരനാണ്, മാക്ടൺ. പുള്ളിയോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി പറയുന്നു, ഇപ്പോൾ ലാൻഡിങ്ങിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നത്. പുള്ളി പറഞ്ഞു, ഒരിക്കലും എല്ലാ ലാൻഡിങ്ങും ഒരുപോലെയല്ല. ഈവൻ ദോ യു ലാൻഡ് ഇൻ ദ സെയിം എയർപോർട്ട്, നോ 2 ലാൻഡിങ്സ് ആർ സെയിം. എല്ലാത്തിനും ഓരോ ദിവസവും ഓരോ ചലഞ്ചുകളുണ്ടാവും എന്ന് പറഞ്ഞ കാര്യമാണ്. നമ്മൾ കാട്ടിൽ പോകുമ്പോൾ നമുക്ക് എല്ലാ സിറ്റുവേഷനും ഡിഫറെൻ്റ് ആയിരിക്കും. ചിലപ്പോൾ ലൈറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും, ചിലപ്പോൾ ബിഹേവിയർ ഡിഫറെൻ്റ് ആയിരിക്കും, ചിലപ്പോൾ ഉള്ള സെറ്റപ്പുകൾ മുഴുവൻ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ദൂദ്വേ പോയി കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ സമ്മർ തുടങ്ങി, ദൂദ്വേലും മഞ്ഞും മഴയും, വൈകിട്ടായപ്പോൾ ഇടി വെട്ടും മഴ. അപ്പം ഇല ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്, ഇല പൊഴിയണ ഫാളിങ്. ഇത് ഭയങ്കര രസമാണ് കാണാൻ. അടുത്ത ആഴ്ച പോകുമ്പോൾ അത് മാറിയിട്ടുണ്ടാവും, വേറെ രീതിയായിരിക്കും. അപ്പോൾ എല്ലാം ഡിഫറെൻ്റാണ്. ഒരേ കാട്ടിലേക്കാണെങ്കിലും പല പ്രാവശ്യം പോയാലും നമുക്ക് പല രീതിയിലാണ് കാണുന്നത് എല്ലാം. പൊതുവേ ഈ വൈറൽ കണ്ടന്റ് ആണല്ലോ എല്ലാവർക്കും വേണ്ടത് ഇൻസ്റ്റാഗ്രാമിലേക്ക് വരുമ്പോൾ, ഓക്കെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോൾ. അപ്പോൾ ഈ പലപ്പോഴും ഈ വൈറൽ കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു നമ്മുടെ വൈൽഡ് ലൈഫ് മൊത്തം ഹാബിറ്റാറ്റിനെ ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ പലപ്പോഴും നിങ്ങളുടെ? വൈൽഡ് ലൈഫേഴ്സ് അങ്ങനെ ചെയ്തിട്ടുള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. വൈൽഡ് ലൈഫേഴ്സ് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ആദ്യം ഞാൻ പറഞ്ഞ കാര്യം തന്നെ 100% ആയിട്ട് എത്തിക്കലായിട്ടുള്ളൊരു ഫോട്ടോഗ്രാഫർ ഉണ്ടോ? ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞില്ല 100% എത്തിക്കലി എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ആദ്യം ഡിഫൈൻ ചെയ്യണം. അങ്ങനെയാണ്. പക്ഷെ ഹാമായിട്ട് ചെയ്യുന്നവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവായിരിക്കും. അങ്ങനെ എൻ്റെ അഭിപ്രായത്തിൽ ഇല്ല. പിന്നെ ചില സീക്വൻസുകളിലൊക്കെ ആൾക്കാർ ചെയ്തിട്ടുണ്ടാവും, അറിയില്ല. പക്ഷെ എന്നാലും ഞാനൊരു തവണ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ നമ്മുടെ നിക്കോണിൻ്റെ തന്നെ ഒരു വർക്ക്ഷോപ്പ് ആയിരുന്നു. അപ്പോൾ അതിനകത്ത് എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു 3 സഫാരി ജീപ്പ് ഉണ്ട് അവിടെ ബന്ദിപ്പൂരായിരുന്നു. ഓക്കെ, 3 ജീപ്പിൽ ഇപ്പം നോർമലി ഒരു ജീപ്പിൽ സൈറ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ, ടൈഗറിനെ സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ജീപ്പിനെ ഇൻഫോം ചെയ്യുന്നു, അവർ വരുന്നു. അപ്പോഴേക്കും ആ പ്രദേശത്തുള്ള എല്ലാ ജീപ്പുകാരും കൂടെ ഒരൊറ്റ സ്പോട്ടിൽ. ഓക്കെ, സോ വൺസ് ഞാൻ ഫീൽ ചെയ്തത് ടൈഗറിനെ സ്പോട്ട് ചെയ്തു. ടൈഗറിൻ്റെ ഒരു വഴി അങ്ങനെ നടക്കുന്നു. അപ്പോൾ ഡ്രൈവർ പറയുന്നു ഇവൻ അപ്പുറത്തോട്ട് എത്തും. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് പോയി, അവിടെയും ബ്ലോക്കായി. അപ്പോൾ ടൈഗർ ഇനി അടുത്ത എസ്കേപ്പ് പാത്ത് നോക്കുന്നു. അപ്പോൾ ഡ്രൈവർക്ക് അറിയാം ഇവൻ ഇനി അടുത്ത് അങ്ങോട്ടായിരിക്കുന്നു. അപ്പോൾ ഈ 6-7 ജീപ്പ് നേരെ അങ്ങോട്ട്. Tiger അവസാനം like he got really irritated and like he become like very ferocious like and one of our mentor he was mentioning like he was a very experienced person, so he was telling like
I have never seen a tiger like, in such a ferocious, mood, like, അത്രയും. അല്ല അതെന്താണെന്ന് അറിയാമോ, നമ്മൾ ചില സമയങ്ങളിൽ ഇപ്പോൾ ടൈഗറിനും അവരുടെയൊക്കെ ഒരു പാത്തുണ്ട്, ഇവർ ഗൈഡ്സിന് ഇവർക്കൊക്കെ അറിയാം. അപ്പോൾ അവർ ഒരു പരിധി വരെയുള്ളവരൊക്കെ പോയിട്ട് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇപ്പോൾ ഇത്ര ദൂരത്തിൽ അവിടെ വരും എന്നും പറഞ്ഞിട്ട് 20-30 meters ദൂരെ വണ്ടി നിർത്തുക ചെയ്യാറ്. പക്ഷെ ചില സ്ഥലങ്ങളിൽ ചില സിറ്റുവേഷനിൽ ഒരു വണ്ടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്കൊക്കെ പോയേ പറ്റും എന്നുള്ള അവസ്ഥയാവും. കാരണം അല്ലെങ്കിൽ പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ ഇവർക്ക് കാണാൻ പറ്റില്ല, ബാക്കിയുള്ളവർക്കൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഇവരും ഫോഴ്സ് ചെയ്യാണ്, ഇവർ ഞാനും പോയേ പറ്റൂ. ഈ ജീപ്പിലുള്ളവരൊക്കെ ഫോഴ്സിങ് ആണ്. അതെ, നമ്മൾ പുറകിൽ നിൽക്കാന്ന് വിചാരിച്ചു, നമ്മൾ പുറകിൽ നിൽക്കുകയാണെങ്കിൽ ഒരെണ്ണം പോയി കഴിയുമ്പോൾ മറ്റേ വണ്ടി മുമ്പോട്ട് പോയി കഴിയുമ്പോൾ എന്തായാലും അവൻ പോയി, എന്നാൽ പിന്നെ അവൻ്റെ പുറകെ നമുക്ക് പോകാം എന്നും പറഞ്ഞിട്ട് ഡ്രൈവർ ഇങ്ങനെ അങ്ങോട്ട് പോകുന്ന. അവർക്ക് ചെയ്യണമെന്ന് താല്പര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചില സിറ്റുവേഷൻസിലൊക്കെ ഈ ഡ്രൈവർ അവർക്ക് ടൂറിസ്റ്റുകളെ കൊണ്ട് പോകുമ്പോൾ ഒരു പരിധി വരെ, ഇപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സിൽ എനിക്ക് ഒരിക്കലും അടുത്തേക്ക് പോകണം താല്പര്യം. എൻ്റെ ഒരു 400 mm ലെൻസ് ഉണ്ട്, മനസ്സിലായില്ലേ. ഞാൻ എന്തിനാ അതിൻ്റെ തൊട്ടടുത്ത് പോയിട്ട് എനിക്ക് ഒന്നും ചെയ്യാനില്ല, ഞാൻ അങ്ങനെ നോക്കിയെടുക്കേണ്ട ഒരു ആവശ്യം വരാറില്ല. അപ്പം ഞാൻ ഒരു പരിധി വരെ ഡിസ്റ്റൻസ് കിട്ടി ഹാബിറ്റായിട്ട് ഷോട്ട്. നമ്മളങ്ങനെ നിൽക്കുമ്പോഴും നമ്മുടെ മുമ്പിലേക്ക് വണ്ടി പോകുമ്പോൾ പിന്നെ ഒന്നും കിട്ടില്ല, പിന്നെ വണ്ടി മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ഇവർ എന്ത് ചെയ്യണമെന്ന് ചിലപ്പോൾ ടൂറിസ്റ്റുകൾ മാത്രമായിട്ടുള്ള ഇവർ ഈ അടുത്ത് കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞാൽ അവർക്കും മെച്ചമുണ്ടാവുന്ന കൂട്ടിക്കോ ചില സമയങ്ങളിൽ. അയ്യോ അത്ര ഇതായിട്ട് കൊണ്ടുപോയി ഇവർക്കൊന്നും അറിയില്ലായിരിക്കും ചിലപ്പോൾ, ഗൈഡിനും ഡ്രൈവർക്കും അറിയാം. പക്ഷെ വരുന്നവർ ടൂറിസ്റ്റുകൾ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും കാട്ടിലേക്ക്. അവരും ഭയങ്കര ലൈക്ക് എന്താ പറയാ ഡിസ്റ്റർബ്ഡ് ആയിട്ട്, ലൈക്ക് ഈവൻ പാർട്ടിസിപ്പൻസ് ആ വണ്ടിക്ക് കിട്ടി ഞങ്ങൾക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ ഈ ഡ്രൈവർ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഡ്രൈവറെ ശമിച്ചോണ്ടിരിക്കണം. ഡ്രൈവർ അയ്യോ ഞാൻ ഭയങ്കര മോശക്കാരനായല്ലോ. അപ്പൊ അതാരും അത് ഫോഴ്സ്ഫുള്ളി ചെയ്തെത്തിപ്പോഴാണ്, അബദ്ധത്തിൽ പോയിപ്പോഴാണ്. പക്ഷെ അത് ഒരു വൈൽഡ് ലൈഫേഴ്സ് ഫോട്ടോഗ്രാഫേഴ്സ് ചെയ്യുന്നവരും ഉണ്ടാവാതിരിക്കാം. അപ്പം നമ്മളാണെങ്കിലും ചില സിറ്റുവേഷനിലൊക്കെ നമ്മൾ ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ അല്പമൊക്കെ ഒന്ന് അങ്ങോട്ടും അങ്ങോട്ടും മാറേണ്ടി നമ്മൾ വരും. നമ്മൾ അതേ പറഞ്ഞു, ഞാനൊരു ലൈൻ വരച്ചിട്ട് ആ ഒരു ലൈനിൽ കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ലല്ലോ. നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ നമ്മൾ അല്പം അങ്ങോട്ടും മാറും. പക്ഷെ എന്ന് വിചാരിച്ച് ചാടി അപ്പുറത്ത് പോയി നിൽക്കാറില്ല. ഒരു അല്പം അങ്ങോട്ടും ഡൈവേഷൻ വരാണ്ട് നമ്മൾ ആരും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തന്നെ അത് അബ്സല്യൂട്ട്ലി റോങ്. ഐ ഡോണ്ട് തിങ്ക്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി നിങ്ങളുടെ ഒരു വളരെ പാഷനാണ്, കൈൻഡ് ഓഫ് വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ റിലാക്സിങ് ആണ്, മൈൻഡ് റിലാക്സിങ് ആണ്. അപ്പം മറ്റേ സിനിമയിൽ ഇന്നസെന്റ് പറഞ്ഞ പോലെ ദേഷ്യം വരുമ്പോൾ ഞാൻ 2 പപ്പടം കാച്ചെന്ന് പറഞ്ഞു, സാമ്പാറിൽ പോയി 2 ഇളക്കാൻ കേൾക്കും. അതെ, നല്ല രീതിയിൽ മെന്റൽ സ്ട്രെസ്സോ പ്രഷറോ ഡിപ്രഷൻ വേറെ രീതിയിൽ ഡിസ്കസ് ചെയ്യേണ്ട വാക്കാണ്. മെൻ്റൽ പ്രഷറോ അല്ലെങ്കിൽ ടെൻഷനോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു വൈൽഡ് ലൈഫ് ട്രിപ്പ് പോയി കഴിഞ്ഞാൽ ഇത്തിരി സമാധാനം കിട്ടാറുണ്ടോ? ഇപ്പം നമുക്ക് വൈൽഡ് ലൈഫ് ട്രിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ മെൻ്റൽ പ്രഷർ ഭയങ്കരമായിട്ട് ഫിനാൻഷ്യലി സ്ട്രഗിളിൽ ഇരിക്കുന്ന ഒരാൾ മെൻ്റൽ പ്രഷർ വരുമ്പോൾ കാട്ടി പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഉള്ള കാശുകളും പോകുള്ളൂ. നമ്മൾ മെൻ്റൽ പ്രഷറിൻ്റെ കാരണം ഫിനാൻഷ്യൽ സ്ട്രഗിളാണ്. അന്നേരം ആ മെൻ്റൽ പ്രഷർ മാറാൻ വേണ്ടി നമ്മൾ മസായിമാരെ വരെ പോയിട്ട് വരാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ വേറൊരു കാട്ടി ഇപ്പോൾ മസായിമാരൊന്നുമില്ല, കമ്പനിയിൽ പോകണമെങ്കിൽ തന്നെ 10-25,000 രൂപ വരും, മനസ്സിലായില്ലേ എന്ന് പറഞ്ഞ അവസ്ഥയാണ്. പക്ഷേ ഇത് കറക്റ്റാണ്. നമ്മൾ ഒരു ബേർഡിങ്ങിനോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്കൊക്കെ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങിപ്പോയി നമ്മൾ അങ്ങനെ ഒരു എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ കുറച്ച് പുതിയ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ കണ്ടിട്ട് ചുമ്മാ തിരിച്ചു പോകണേക്കാളും കുറിച്ച് ഇവർ എങ്ങനെ ഇതിൽ സർവൈവ് ചെയ്യണു എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊന്ന് ഇതൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ ഒരു പക്ഷി ആയിക്കോട്ടെ, ഒരു എന്തെങ്കിലും ആനിമൽ ആയിക്കോട്ടെ, ചിലപ്പോൾ നല്ല ഭയങ്കര രസമുള്ള ബിഹേവിയർ ഒക്കെ ഭയങ്കര ഇതായിരിക്കും. അപ്പം നമ്മളത് കണ്ടുകൊണ്ടിരിക്കും ചിലപ്പോൾ നമ്മൾ. അപ്പം ഓരോ ജീവിക്കും, ഇപ്പം കടുവ അല്ലെങ്കിൽ സിംഹം എന്നൊക്കെ പറഞ്ഞ രാജാവ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇവരുടെയൊക്കെ മരണം ഭയങ്കര കഷ്ടപ്പാടാണ്. കാരണം ഒന്നും കിട്ടാതെ സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും, എന്തെങ്കിലും ഒരു ഫൈറ്റിലൊക്കെ ഒരു പരിക്ക് പറ്റും, പിന്നെ ഹണ്ട് ചെയ്യാൻ പറ്റാണ്ടാവും, സ്റ്റാർവ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും മരിക്കുന്നത്, മനസ്സിലായില്ലേ. ഒരു പരിധി വരെയുള്ള ഇവരുടെയൊക്കെ മരണം അങ്ങനെയാണ്. എത്ര ജീവിച്ചിരിക്കുമ്പോഴത്തോളം അവൻ ഭയങ്കര പുലി അല്ലെങ്കിൽ കടുവ സിംഹം രാജാവായിട്ട് ജീവിക്കും, മരിക്കണ സമയത്ത് മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ എല്ലാവരും ഒന്നും കഴിക്കാൻ പറ്റാണ്ടൊക്കെ ആയിരിക്കും മരിക്കുന്നത്. കാരണം ആഹാരം കഴിക്കാൻ പറ്റില്ല, ഹണ്ട് ചെയ്യാൻ പറ്റാണ്ട്, കാരണം എണീറ്റ് നടക്കാൻ പോലും ചിലപ്പോൾ എന്തോരം സിംഹത്തിന്റെയും കടുവയുടെയൊക്കെ ഇത് കണ്ടേക്കണം. ഇതിനൊക്കെ റീഹാബിലിറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ, അതിനൊക്കെ അങ്ങനെ ചെയ്തതെന്ന് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വൈൽഡ് എന്നുള്ള കുറേയൊക്കെ ചെയ്യുന്നവർ ചില ഇതുണ്ട്. ഇപ്പോൾ ലെജൻഡറീസ് ആയിട്ടുള്ള ചില ടൈഗേഴ്സും അല്ലെങ്കിൽ ലയൺസിനെയൊക്കെ ചിലപ്പോൾ കുറച്ച് അവർ ഇത് ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിക്കും. പക്ഷേ എന്നാലും അവർ അതൊന്നും ആ ഒരു ലാസ്റ്റ് മൊമെൻറ്റിലൊന്നും അവർ, പിന്നെ ഇവരുടെയൊക്കെ ഒരു ആയുസ് എന്ന് പറഞ്ഞാലും 15 to 16, 17 ആ ഒരു റേഞ്ചിലൊക്കെ പോകത്തുള്ളൂ. അപ്പം നമുക്കും ഈ പറഞ്ഞ കാട്ടിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ട് ഇവരുടെ ഒരു ബിഹേവിയറും ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ, അല്ലെങ്കിൽ കുറച്ചൊരു വണ്ടി ഓടിച്ച് ഒരു വണ്ടിയിലിരുന്ന് സഫാരിയിലിരുന്ന് പോയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാട്ടിൽ കുറച്ച് നടക്കാൻ കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ മീശപ്പുലിമലയൊക്കെ ഒന്ന് ട്രക്ക് ചെയ്തൊക്കെ വരുമ്പോൾ പറ്റുകയാണെങ്കിൽ നമുക്ക് പറ്റുകയാണെങ്കിൽ ഒരുപാട് കോസ്റ്റൊന്നും ഇല്ലാത്ത സ്ഥലമല്ലോ മീശപ്പുലിമലയൊക്കെ. നടക്കാം, കുറേ നടക്കണം, പക്ഷേ എങ്കിൽ പോലും നല്ലൊരു ഫീലാണ്, നല്ലൊരു സുഖം കിട്ടും, നമുക്ക് മനസ്സിനൊരു ചെറിയൊരു ആശ്വാസമൊക്കെ കിട്ടും. സാമ്പാർ ഇളക്കണതിന് പകരം നമ്മൾ നടക്കാൻ പോകും, 2 പപ്പടം എടുത്ത് അങ്ങോട്ട് കാച്ചും. ട്രാവൽ എപ്പോഴും ഒരു റിഫ്രഷിങ് ഇതല്ലേ. നമ്മളിപ്പോൾ കാടിന്നല്ല ഏത് രീതിയിലായാലും പല രീതിയിൽ ആൾക്കാർക്ക് ട്രാവൽ ചെയ്യാമല്ലോ. ചില ട്രാവൽ എപ്പോഴും നമ്മൾ റിഫ്രഷ് ചെയ്യിപ്പിക്കും.
ഇതുവരെ ട്രൈ ചെയ്തിട്ട് കിട്ടാത്ത ഏതെങ്കിലും സീൻസ് ഉണ്ടോ? എല്ലാത്തിലും ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ലൈക്ക് മേ ബി ഞാൻ ഒരു തവണ കൂടെ പോയി അതും കിട്ടിയില്ല അല്ലെങ്കിൽ ഞാൻ എപ്പോഴും കമ്പനിയിൽ പോകുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഇങ്ങനെ ഒരു ട്രീ ഉണ്ട്, ആ ട്രീയിൽ ഇങ്ങനെ ലെപ്പേഡ് ഇങ്ങനെ കിടക്കുന്ന ഒരു അങ്ങനത്തെ ഇതൊക്കെ ഞാൻ വിഷ്വലൈസ് ചെയ്തിട്ടൊക്കെ പോകും, ചുമ്മാ പോകും കിട്ടണമെന്ന്. വിഷ്വലൈസേഷൻ നടക്കും. പിന്നെ ഞാൻ എവിടെ ഏത് സ്ഥലത്തേക്ക് പോകുമ്പോഴും നമ്മളിങ്ങനെ ആലോചിക്കില്ല. എത്ര തവണ പോയേക്കണ സ്ഥലമാണല്ലോ നമ്മൾ മനസ്സിൽ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വേണം. അപ്പം അപ്പോൾ അതിനനുസരിച്ചുള്ള ഗിയറൊക്കെ എടുത്ത് വയ്ക്കും, വൈഡ് ആംഗിളിൽ ഇങ്ങനെ വേണം എന്നൊക്കെ വിചാരിച്ച് പ്ലാനൊക്കെ ഇടും. നമുക്ക് കിട്ടാണ്ടായിട്ടൊന്നുമല്ല, സബ്ജക്ട് മാത്രം ഉണ്ടാവും, സബ്ജക്റ്റ് ഉണ്ടാവില്ല. അപ്പം അങ്ങനെ മനസ്സിൽ വലിയ ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് പോകും. ചിലപ്പോൾ ഒന്നും കിട്ടേണ്ടി വരും. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. പെൻഡിങ് ഉള്ള ബക്കറ്റ് ലിസ്റ്റ് ഏതെങ്കിലും ഉണ്ടോ? പിന്നെ ബക്കറ്റ് ലിസ്റ്റ് ഇഷ്ടംമാതിരിയാണ്, ഡ്രം ലിസ്റ്റാണ്. പക്ഷേ ഇത് ഒരുപാട് സമയം എനിക്ക് ആർട്ടിക്കിൾ പോകണമെന്നില്ല ആഗ്രഹമുണ്ട്. ആർട്ടിക്കിൾ പോകാം, അത്ര വലിയ പാടുള്ള സംഭവമൊന്നുമല്ല ആർട്ടിക്കിൾ യാത്ര എന്ന് പറഞ്ഞാൽ. ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ തന്നെ പോയിട്ടുണ്ട്. ആർട്ടിക്ക് നെക്സ്റ്റ് ഒന്ന് പിടിക്കണമെന്നുണ്ട്. അങ്ങനെ കുറച്ച് സൈഡിലേക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഫുൾ ടൈം ഇതിലേക്ക് ആയിരുന്നു. ഇനി കുറച്ച് ആക്റ്റീവായിട്ട് ട്രാവൽ ചെയ്യണം, കുറേ ട്രിപ്പുകളുണ്ട്. ഇപ്പോൾ ഞാൻ മഡഗാസ്കർ പോകുന്നുണ്ട് ഈ മെയ് 27 മഡഗാസ്കർ പോകുന്നുണ്ട്. അല്ല, ഗ്രൂപ്പ് ട്രിപ്പ്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളൂ. അതായത് ഞാൻ പറഞ്ഞില്ലേ ജേർണി ഓൺ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു ഇതുണ്ട്, അവരാണ് ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവരുടെ മെൻറ്ററായിട്ട്, അതായത് കംപ്ലീറ്റ് നമ്മുടെ ട്രിപ്പ് തന്നെ അവരാണ് എല്ലാ ലോജിസ്റ്റിക് സപ്പോർട്ടും തരുന്നത്. അവരുമായിട്ടൊരു ടൈപ്പ് ചെയ്തിട്ട് എല്ലാ ട്രിപ്പുകളും. എത്ര കോസ്റ്റ് ഒക്കെ വരുന്നുണ്ട്? ഐ തിങ്ക് 2650 സംതിങ് ലൈക്ക് അങ്ങനെ ഏകദേശം. എത്ര ദിവസം മഡഗാസ്കർ? 6 days or 7 days എക്സാക്ട്ലി ഞാൻ ഓർക്കുന്നില്ല. അതിൻ്റെ ലിങ്ക് ഹൈലൈറ്റ് ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ മഡഗാസ്കർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ അമേസിംഗ് പ്ലേസ്. ലെമൂർസിനെ കിട്ടും, പിന്നെ ബോബോവ ട്രീസ്, അങ്ങനെ ഇറ്റ്സ് ആൻ ഓൾഡ് പ്ലേസ്, നല്ല രസമായിരിക്കും. അങ്ങനെ പിന്നെ ബോർണിയോ ഉണ്ട് ട്രിപ്പ് മെയ് 20 മസായിമാരുണ്ട്. പിന്നെ മസായിമാരുണ്ട് മെയ് 20. സോ ഹൗ വാസ് യുവർ സെഡാർ എക്സ്പീരിയൻസ്? സെഡാർ ഈസ് അമേസിംഗ്. ഇറ്റ്സ് എ പോക്കറ്റ് ഡൈനാമോ. സിനിമ നമ്മളിപ്പോഴും റെഡ് എന്നൊക്കെ പറയുമ്പോൾ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്ക് എൻ്റെ ഒരു ആഗ്രഹത്തിൽ വലിയ ഞാൻ ഒരു സിനിമാറ്റോഗ്രാഫറായി മാറണമെന്ന് ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ്. ഓക്കെ, വെച്ചാൽ സിനിമയ്ക്ക് വേണ്ടി മാത്രമല്ല, ഒരു സിനിമാറ്റോഗ്രാഫി. അതിപ്പോൾ ഇറ്റ് ക്യാൻ ബി എ വൈൽഡ് ലൈഫ് ഫിലിം മേക്കർ ഓർ വട്ടെവർ ഇറ്റ് ഈസ്. എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമാണ്. ഞാൻ എന്തൊരു സീക്വൻസ് കണ്ടാലും ഞാൻ റീൽസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അവിടെ എത്തിപ്പെടാനുള്ള ഒരു സ്റ്റെപ്പ് എന്നുള്ള രീതിയിലല്ലേ കാണുന്നത്. അതിനത് സർവൈവൽ. ഇൻസ്റ്റാഗ്രാം ഫോർ മീ ഈസ് എ ബിസിനസ് ടൂളാണ്. അപ്പോൾ അതിൽ നമ്മൾ ഓഡിയൻസിലേക്ക് എത്തിപ്പെടും, ആ ഓഡിയൻസ് നമ്മളെ അറിയും, അതുവഴി വേറെ ആരെങ്കിലും അറിയും. അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ റീൽസ് ഒരു ഇതാണ്. റീൽസ് അത്ര ചെറിയ സംഭവമൊന്നുമല്ല, പക്ഷേ റീൽസ് വഴിയാണ് നമ്മൾ ഇതിലേക്ക് കയറിപ്പെടുന്നത്, ഈ വീഡിയോഗ്രാഫി. അപ്പോൾ എനിക്ക് അങ്ങനെ വലിയ ആഗ്രഹമുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ZR എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇതായിരുന്നു, ഭയങ്കര രസം, ഭയങ്കരമായിട്ട് ഈസി. അതിൻ്റെ കളറൊക്കെ നെക്സ്റ്റ് ലെവൽ. R3D വർക്ക് ചെയ്യുമ്പോൾ ഫയൽസൊക്കെ വലിച്ച് കീറി എന്തുകൊണ്ടും ചെയ്യാം. പൊതുവെ ഇന്റർവ്യൂസിൽ കാണുന്ന പോലെ ഇനി ഞാൻ ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും നിങ്ങൾക്ക് ആവശ്യത്തിന് സമയമുണ്ടല്ലോ ഉത്തരം പറയാനായിട്ട്. ഇതിന് സമയമില്ല. ഇത് റാപ്പിഡ് ഫയർ ആണല്ലോ. നിങ്ങൾ മറ്റേ ഗിഫ്റ്റ് ഹാമ്പറൊക്കെ തരുമെന്നിട്ട് അവസാനം കറണ്ട് ചോറ് കൊടുക്കുമ്പോൾ ഗിഫ്റ്റ് ഹാമ്പർ ഇത് റിലീസ് ആകുമ്പോൾ കിട്ടും. അത് കിട്ടും. കമന്റിൽ ഹാമ്പർ ആണോ? ഹാമറായിരിക്കും. ഹാമർ ആയിരിക്കും. അതെ അതെ അതെ, കമന്റ് ഹാമർ. സോ വൈൽഡ് ലൈഫിൽ ടൈഗർ ഓർ ലെപ്പേർഡ്? വൈ? It's elusive cat. It's not easy to find, first of all. പിന്നെ getting a leopard on a tree and all is... I love leopards. ടൈഗറിനെ എനിക്ക് ഇഷ്ടമാണ്. ബട്ട് ഇഫ് യു ആസ്ക് മീ ലെപ്പേർഡ് ഓഫ് അങ്ങനെ രണ്ട് സ്പോട്ടിൽ ഒരു സൈഡിൽ ലെപ്പേർഡ് ഉണ്ട്, ഒരു സൈഡിൽ ടൈഗർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഐ പ്രിഫർ ലെപ്പേർഡ് ടു ഗോ ഫോർ ലെപ്പേർഡ്. സോ കാനോൺ, നിക്കോൺ, സോണി? എന്തൊരു ചോദ്യം. നിക്കോൺ അല്ലല്ല, നിക്കോൺ. ബിക്കോസ് നിക്കോണിൽ അതൊന്ന് ഇലാബറേറ്റ് എന്താ വെച്ചാൽ എനിക്ക് മെയിൻ ഏത് ഗിയർ ആയാലും ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഫെരാരി ഉണ്ട്, കാറുണ്ട്, അല്ലെങ്കിൽ BMW കാറുണ്ട് എന്ന് പറഞ്ഞിട്ട് കാർ പോർച്ചിൽ ഇട്ടിട്ട് കാര്യമില്ല. അത് ഓടിക്കാൻ അറിയാഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് സാധനം ഉണ്ടെന്ന് വെച്ചിട്ടൊരു കാര്യമില്ല. ഇഫ് യു നോ ഡ്രൈവിംഗ് ദെൻ യു ക്യാൻ ഡ്രൈവ് എനി ഓഫ് ദാറ്റ് കാർ. അല്ലെങ്കിൽ അത് ഇറ്റ്സ് ജസ്റ്റ് ഗുഡ് ഇനഫ് ടു പാർക്ക് ഇൻ യുവർ ഗാരേജ്. ദാറ്റ്സ് ഇറ്റ് അല്ലേ. എനിക്കിപ്പോൾ നിക്കോൺ കമ്പയർ ചെയ്യുമ്പോൾ ബാക്കിയുള്ള എനിക്ക് നിക്കോണിൻ്റെ കളേഴ്സ്, ഐ ലവ് നിക്കോൺ കളേഴ്സ്. അപ്പോൾ ഞാനിതിപ്പോൾ പറയുമ്പോൾ നിക്കോണിൻ്റെ അംബാസഡർ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾ തളണ എന്ന് പറയും. അതുകൊണ്ടല്ല, ഞാൻ ഇത്ര നാൾ വിചാരിക്കും. അല്ല, എനിക്ക് റീസൺ ഉണ്ട്. എൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി അല്ല, അല്ലെങ്കിൽ ഒരു ക്യാമറയുടെ ക്വാളിറ്റി മാത്രമല്ല. എൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സപ്പോർട്ട് വിച്ച് ഐ ഗോട്ട് ഫ്രം ദ ബ്രാൻഡ്. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാ കാര്യത്തിനും ഏത് രീതിയിൽ എനിക്ക് സപ്പോർട്ട് വേണമെന്നൊക്കെ വിചാരിക്കുന്ന സമയത്തൊക്കെ സപ്പോർട്ട് ചെയ്യാനൊരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് നിക്കോണ്ട് ഫ്രം ദ ടോപ്പ് സജ്ജൻ സാറ്, ജോജി സാറിന്, അരുൺ ആയിക്കോട്ടെ, എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇതിലാണല്ലോ ഏത് രീതിയിലാണല്ലോ വേണമെന്നുണ്ടെങ്കിൽ ആ സപ്പോർട്ട് മറ്റുള്ള ബ്രാൻഡുകളിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കറിയില്ല. പിന്നെ പലരും പറഞ്ഞിട്ടേക്കുന്നത് അത്ര വലിയ രീതിയിലുള്ളൊരു
ഇതല്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ എനിക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റാവുന്നൊരു എന്താ പറയുക, ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയിരിക്കുന്ന ഒരു ക്യാമറയാണ് നിക്കോണിൻ്റെ. ടോട്ടൽ സിസ്റ്റം. ടോട്ടൽ സിസ്റ്റം. പിന്നെ ഞാനത് യൂസ്ഡാണ്. ഈവൻ ഇഫ് ഇറ്റ് Z9 ഇച്ചിരി ഹെവിയാണ് എങ്കിൽ പോലും എനിക്ക് ആ ഒരു ഹെവി ആയിട്ടുള്ളൊരു മെറ്റൽ കയ്യിൽ പിടിക്കാനാണ് എനിക്ക് താല്പര്യം. ഇൻസ്റ്റെഡ് ഓഫ് ഫോൾഡിങ് ചെറിയൊരു ടോയ് മാതിരിയുള്ളൊരു ഇതിന് പകരം എനിക്ക് ഐ ആം ഓക്കെ. പക്ഷേ ഞാൻ ഗ്രാജുവലി ചിലപ്പോൾ മാറുമായിരിക്കും. എസ്പെഷ്യലി നിങ്ങളുടെ 400-2.8 ബാലൻസിങ് ഭയങ്കര കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റും. വലിയ കുഴപ്പമില്ലാത്തൊരു ഇതാണ്. പിന്നെ എനിക്ക് കളേഴ്സ്, ഐ ജസ്റ്റ് ലവ് ദ കളേഴ്സ് ഓഫ് നിക്കോൺ. പേഷ്യൻസ് ഓർ ലക്ക്? ഇറ്റ്സ് മിക്സ് ഓഫ് ബോത്ത്. പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ലക്ക് വരത്തുള്ളൂ. ലക്ക് ഉണ്ടെങ്കിൽ മാത്രമേ പേഷ്യൻസ് ഉണ്ടായിട്ടും കാര്യമുള്ളൂ. കാരണം ലക്ക് ഇത് ഭയങ്കര ഫാക്ടറാണ്. ലക്ക് ഈസ് ബിഗ് ഫാക്ടർ. ലക്ക് എന്ന് പറയുമ്പോൾ നമ്മളവിടെ പോയി നിന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സ്ഥലത്ത് പോയി നമ്മൾ 30 മിനിറ്റ് വെയിറ്റ് ചെയ്തു, അല്ലെങ്കിൽ 3 മണിക്കൂർ വെയിറ്റ് ചെയ്തു, സാധനം വന്നാലേ കിട്ടുള്ളൂ. നമ്മളൊരു അറിയാവുന്ന കൊണ്ടാണ് നമ്മളൊരു മൂലയ്ക്ക് പോയി വെയിറ്റ് ചെയ്യുന്നത്, ഇവിടെ ക്രോസ് ചെയ്യും അല്ലെങ്കിൽ ഇവിടെ വരും എന്നുള്ളത്. അപ്പോൾ ഇറ്റ്സ് എ ബോത്ത് ഓഫ് മിക്സ് ഓഫ് ബോത്ത്. ജംഗിൾ ഓർ ഗ്രാസ് ലാൻഡ്? ജംഗിൾ. Anytime. Yeah, anytime. Safari vehicle or walking trail? Walking trails in Western Ghats. Nothing can beat the feeling of that. Okay. Western Ghatsiലൂടെ ഒരു ദിവസം ഞാൻ അത്യാവശ്യം കുറച്ചൊക്കെ നടന്നിട്ടുണ്ട്. നടന്ന് നമുക്ക് എടുക്കാൻ പറ്റാവുന്ന, അതായത് അപ്രൂവ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നടന്നെടുക്കാൻ പറ്റാവുന്ന ഒരു ഫ്രെയിമും ഒരു വണ്ടിയിൽ ഇരുന്നിരിക്കുന്ന ഫ്രെയിമും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാകും. You have lot of, you'll be very flexible, right? ഫ്ലെക്സിബിൾ എന്ന് മാത്രമല്ല, നമുക്ക് പല രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ അതിൽ അതിൻ്റെതായ ത്രെറ്റും ഉണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷെ എന്നാലും അതൊരു ഡിഫറെൻറ്റ് ഫീൽ അല്ലേ വാക്ക് ചെയ്യുമ്പോൾ. സൺറൈസ് ഓർ സൺസെറ്റ്? സൺ. സൺ വേണം. സൺ ഉണ്ടെങ്കിൽ സെറ്റാണ് എല്ലാം. റൈസ് ആയാലും സെറ്റായി. എലിഫന്റ് ഓർ റൈനോ? എലിഫന്റ്. ബേർഡ് ഫോട്ടോഗ്രാഫി ഓർ ബിഗ് കാറ്റ്സ്? ബിഗ് കാറ്റ്സ്. Western Ghats or African safari? Western Ghats. Okay. Not even ask. Wait for the shot or move on? Wait for the shot. Perfect shot or animal safety? അനിമൽ സേഫ്റ്റി എന്ന് പറയുമ്പോൾ അനിമൽ നമ്മൾ അവരുടെ ടെറൈനിൽ പോലും നമ്മളവരെ ഉപദ്രവിക്കണില്ല. നമ്മളിപ്പോൾ ക്ലോസ് ആയിട്ട് പോകുകയാണെങ്കിൽ പെർഫെക്റ്റ് ഷോട്ട് എന്നുള്ള സംഭവത്തിൻ്റെ നമ്മളങ്ങനെ പോകാറില്ല. എൻ്റെ കയ്യിൽ യൂസ് 400 mm. സോ ഐ പ്രിഫർ ടു ടേക്ക് മൈ പെർഫെക്റ്റ് ഷോട്ട്. ഇപ്പോൾ നമ്മൾ അനിമൽ സേഫ്റ്റി എന്ന് പറയുമ്പോൾ അനിമൽ വേറെ എന്തെങ്കിലും ഡേഞ്ചറിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് എന്തായാലും അതിനെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മളെ അറ്റാക്ക് ചെയ്യാണ്ട് നമ്മൾ മാറി കൊടുക്കുക. അത് ഒബ്വിയസ്ലി ഇൻ ദാറ്റ് കേസ് ഇഫ് ഇറ്റ് ഈസ് കമ്മിങ് ടുവേർഡ്സ് മീ ദെൻ ഐ വിൽ ടേക്ക് മൈ വെഹിക്കിൾ അവേ ഫ്രം ദാറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ടേക്കിംഗ് എ പെർഫെക്റ്റ് ഷോട്ട്. വൈറൽ കണ്ടന്റ് ഓർ എത്തിക്കൽ? വലിച്ചിടുകയാണല്ലോ. There is nothing called ethical content. Where do you stand? Like, what is your preference? Between both. അല്ല, വൈറലാവെന്ന് പറഞ്ഞാൽ നമ്മൾ വൈറലിന് വേണ്ടി നമ്മൾ എത്തിക്കൽ ഇതിനെ ക്രോസ് ചെയ്യാറില്ല. ഇതുവരെയായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. വൈറലാവാൻ വേണ്ടി നമുക്ക് അങ്ങനെ ചെയ്താലും വൈറലാവുന്നില്ല. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ, നെഗറ്റീവ് പബ്ലിസിറ്റി ഈസ് ഓൾസോ പബ്ലിസിറ്റി. അത് അറ്റ്ലീസ്റ്റ് വൈൽഡ് ലൈഫിൽ അങ്ങനെ വരാൻ ചാൻസ് വളരെ കുറവാണ്. വൈൽഡ് ലൈഫിൽ നമ്മളിപ്പോൾ എങ്ങനെയൊക്കെ വന്നാലും എന്തൊക്കെ ചെയ്താലും അങ്ങനെ വളരെ ചാൻസ് കുറവാണ്. അത് കാരണം വൈറൽ അല്ലെങ്കിൽ എത്തിക്കൽ എന്ന് പറഞ്ഞ്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. 100% എത്തിക്കലി ആയിട്ടുള്ളൊരു ഫോട്ടോഗ്രാഫർ നിങ്ങൾ എനിക്ക് കാണിച്ചതാണ്, ഞാൻ പോയി കൈ കൊടുത്തിട്ട് ഞാൻ വരും. പക്ഷേ 100% അങ്ങനെയാണെങ്കിൽ നമ്മൾ കാട്ടിലേ പോകരുത്. പക്ഷേ എത്തിക്കൽ സംഭവമാണ് ഐ ഓൾസോ പ്രിഫർ, ബിക്കോസ് നമുക്ക് അങ്ങനെ ഒരു സംഭവം വരാൻ ചാൻസ് വളരെ കുറവാണ്. സോ ക്ലോസ് ഷോട്ട് ഓർ റെസ്പെക്ട് ദ ഡിസ്റ്റൻസ്? റെസ്പെക്ട് ദ ഡിസ്റ്റൻസ്. ഐ ഓൾവേസ് ഡു ദാറ്റ്. മണി ഓർ പാഷൻ? പാഷൻ, ദെൻ ഫ്രം ദെയർ മണി. പാഷൻ ഇല്ലെങ്കിൽ മണിയിലേക്ക് എത്തിപ്പെടില്ല. നമുക്ക് പാഷൻ ഉണ്ടായിരുന്ന കാരണം മാത്രമാണ് ഞാനിതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇന്ന് അരുണിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നൊരു സംസാരിക്കും, നമ്മളിന്ന് വർക്ക്ഷോപ്പ് എടുക്കും, ഇത്ര ആൾക്കാരായിട്ട് പരിചയപ്പെടും. ഐ നെവർ തോട്ട് അബൌട്ട് ദാറ്റ്. ഞാനൊരു ബാക്ക് ബെഞ്ചർ, ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറയുന്നത് ഞാൻ ഒരിക്കൽ പോലും ഡ്രീം ചെയ്തിട്ടില്ല. ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായി മാറും, 300-400K ഫോളോവേഴ്സ് ഉണ്ടാവും, ഇവരൊക്കെ ചേട്ടാന്ന് എവിടെയും വെച്ച് കാണുമ്പോഴാണെങ്കിൽ പോലും തിരിച്ചറിയും എന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു പാഷൻ അങ്ങോട്ട് എനിക്ക് വിട്ടുകളയാൻ ഒരുപാട് ചാൻസുകളുണ്ട്. അതൊന്നും ഗിവ് അപ്പ് ചെയ്യാണ്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്ത കാരണം മാത്രമാണ് ഇവിടം വരെ എത്തിയത്. സോ പാഷൻ, ദെൻ മണി. സോ ഏർലി മോർണിംഗ് അലാം ഓർ നൈറ്റ് ഡ്രൈവ്? ഏർലി മോർണിംഗ്. ഹെവി ഗിയർ ഓർ മിനിമൽ സെറ്റപ്പ്? Heavy means I carry my 400 2.8. If I'm going to forest, I always carry. If that means heavy, then yeah, heavy. Okay. But I don't carry my tripod. But you don't feel that 400 2.8 is not that heavy. ഇതിപ്പോൾ സ്ട്രോങ് അല്ലേ, പിടിച്ച് സ്ട്രോങ് ആയി. ഈ കൈ കൊണ്ട് ഹാൻഡ് ഹെൽഡ് ആണ് ഞാൻ എല്ലാം ഷൂട്ട് ചെയ്യാറ്. എനിക്ക് ട്രൈപോഡ് യൂസ് ചെയ്യാറില്ല, വളരെ റെയർലി ഞാൻ ട്രൈപോഡ് യൂസ് ചെയ്യാറ്. So one camera or multiple bodies? 2 bodies minimum with 2 lenses, 170-200, 1 400 2.8. Missed shot or blurry shot? Missed shot. So
answered everything. Okay, so there is no scope Punishment. for punishment. ഞാൻ പറഞ്ഞില്ലേ ഞാൻ സാധാരണ എന്ത് പറയും നമ്മൾ Okay, one more thing. This is not rapid fire. This is rapid fire, but again you have to give a reason. Okay, or some short explanation why. Okay, ഈശ്വര so solo shoot or team and why? സോളോ ഐ പ്രിഫർ. ടീമിൽ പോകുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു ഇത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ആംഗിൾ സെറ്റ് ചെയ്യലും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ And you നമുക്ക് have to teach them also. ടീച്ച് ദം ഓൾ. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി നമ്മൾ വർക്ക്ഷോപ്പിന് പോകുമ്പോൾ നമുക്ക് അങ്ങനെയാണ്. There is no other option. Yeah. സോ ഐ ഡു പ്രൈവറ്റ് ഗൈഡഡ് ട്രിപ്സ് 1-on-1. അപ്പോൾ ഒരാൾ മാത്രമായിരിക്കും എൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ പുള്ളിക്ക് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് പഠിപ്പിക്കാനും ഇതിനൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും. വെൻ വി ഗോ വിത്ത് 5 people 6 people നമ്മൾ ഈ 6 പീപ്പിളിൻ്റെയും ഇതിന് മാനേജ് ചെയ്ത് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ പേഴ്സണലി ഒരു ട്രിപ്പിന് പോവുകയാണെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പിന്നെ അത്രയ്ക്ക് ലൈക്ക് മൈൻഡഡ് പീപ്പിളായി. അപ്പോൾ ഞാനും വരുണെന്നും ഞാൻ പറഞ്ഞ മാതിരി ഞാനും വരുണും ഒരുമിച്ച് ഇപ്പോൾ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഭയങ്കര ലൈക്ക് മൈൻഡാണ്. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. So DSLR or mirrorless? മിറർലെസ് DSLR. I mean, Still there are people like I use D850. I still have my D850. But see, നമുക്ക് മിറർലെസ് എന്നുള്ള സംഭവം നമ്മുടെ കയ്യിലുള്ളപ്പോൾ രണ്ട് ഇതാണ് മിറർലെസ്. actually compromising. Right? കോംപ്രമൈസിങ് അല്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ മിറർലെസ്സിൽ എനിക്ക് കോമ്പോസിഷൻ വൈസ് ഐ ബിലീവ് ദാറ്റ് ഫോട്ടോഗ്രാഫീസ് സോൾ ഓഫ് എനി ഫോട്ടോഗ്രാഫി ഈസ് കോമ്പോസിഷൻ ആൻഡ് ലൈറ്റ്. നമ്മുടെ ഹോൾ സ്ക്രീനിൽ നമുക്ക് കോമ്പോസിഷൻ കൊണ്ടുപോകാനുള്ള സെറ്റപ്പ് ഉണ്ട്. DSLR നിങ്ങൾക്ക് എത്ര പേര് You can't do നടക്കില്ല. that, like, yeah. സോ ഇഫ് ദിസ് ഈസ് ദ സ്ക്രീൻ ദ സ്ക്വയർ ഐ ക്യാൻ കോമ്പോസിറ്റ് ലൈക്ക് എനിത്തിങ്. Yeah. പിന്നെ ഞാൻ എക്സ്പോഷർ മാനേജ് ചെയ്യുമ്പോൾ എനിക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പം അങ്ങനെ ഒരുപാട് So it's all benefits, right? Compared to ബെനിഫിറ്റ്സ്. DSLR. അല്ലെങ്കിൽ പിന്നെ അപ്ഗ്രേഡ് ആവേണ്ട ആവശ്യം തന്നെ ഇല്ലല്ലോ. So wildlife photography is overrated. Agree or disagree? No, not overrated. There are many people. That's the see. ഇപ്പോൾ പല രീതിയിൽ നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതൊന്നും അല്ലല്ലോ. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ നല്ല ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. അതിൽ കുറേ പേര് വളരെ നല്ലവരുണ്ട്. ചിലർ ലക്കിൻ്റെ ബേസിൽ കുറച്ച് സക്സസ്ഫുൾ ആയിട്ട് വന്നിട്ട് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യേണ്ടിരുന്നവരുണ്ട്. അപ്പോൾ ഓവർ റേറ്റഡ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഈ കാണുന്നതെല്ലാം ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നത് മാത്രമല്ല വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി. ദർ ആർ എ ലോട്ട് ഓഫ് പെയിൻ ബിഹൈൻഡ് ദാറ്റ്, എ ലോട്ട് ഓഫ് സ്ട്രഗിൾ ബിഹൈൻഡ് ദാറ്റ്. അപ്പോൾ നമ്മളോട് ചോദിക്കുമ്പോൾ ഇങ്ങനെ എടുക്കാൻ പായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ 2 വട്ടം ആലോചിക്കുക. അത് അങ്ങനെ എടുക്കാമായിരുന്നില്ലേ എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷേ എന്തുകൊണ്ട് എടുത്തില്ല എന്നുള്ളതിന് 100 കാരണങ്ങൾ വേറെ ഉണ്ടാവും. So Instagram is ruining wildlife photography. Agree or true or false? No. Instagram actually It's actually opens up. Opening a vast area for people to explore. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ രണ്ട് മുമ്പിലിരിക്കുമോ? ഇല്ല, ചാൻസ് വളരെ കുറവായിരിക്കാൻ. നമ്മൾ ഫോട്ടോ ഗാലറി എന്നുള്ള കാലഘട്ടത്തിൽ നിന്ന് മുന്നോട്ട് പോയി. ഇപ്പം പണ്ട് ഫോട്ടോ എക്സിബിഷൻസ് ആയിരുന്നില്ലേ, എക്സിബിഷൻ നടത്തിയാലാണ് ഒരു ഫോട്ടോഗ്രാഫർ അറിയണം. ഇപ്പോഴും അങ്ങനെ അറിയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലേ. കുറച്ച് ആൾക്കാർ ഇപ്പോഴും അങ്ങനെ അറിയുന്നവരുണ്ട്, പഴയ നല്ല ഫോട്ടോഗ്രാഫേഴ്സ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള. ഇപ്പോൾ കുറേ ആൾക്കാരെ നോക്കുമ്പോൾ നമ്മൾ രഘുറായി എന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫറെ കുറിച്ച് അറിയാൻ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ ആവശ്യമില്ല അല്ലേ. But that was an era. അതെ, അതൊരു സ്റ്റീവ് മക്കറി എന്നൊരു ഫോട്ടോഗ്രാഫർ അറിയാൻ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ ആവശ്യമില്ല. ഇഫ് യു പാഷനേറ്റ് അബൌട്ട് ഫോട്ടോഗ്രാഫി ആൻഡ് ഇഫ് യു വാണ്ട് ടു ലേൺ അബൌട്ട് ഫോട്ടോഗ്രാഫി then you will automatically know them. അങ്ങനെയല്ലേ. അപ്പോൾ പക്ഷേ നമ്മളെപ്പോലെ ഇപ്പോൾ സുഭാഷ് നായർ എന്ന് പറഞ്ഞൊരു ഫോട്ടോഗ്രാഫർ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാഗ്രാം ത്രൂ ആണ്. അപ്പോൾ അതുകൊണ്ട് അത് എന്നെപ്പോലുള്ളവർക്കും ഇനി വരാനുള്ളവർക്കും ഇനി ഓൾറെഡി ഉള്ളവർക്കും എല്ലാവർക്കും ഒരു വലിയ ചാൻസാണ് ഓപ്പൺ ചെയ്ത് കൊടുത്തേക്കുന്നത്. So people fake wildlife moments, yes or no? Yeah. They do. നമ്മളിങ്ങനെ പറയില്ല, നമ്മൾ വീഡിയോ റീലൊക്കെ വരുമ്പോൾ ഞാനും ചെയ്തേക്കണ ഒരു സാധനമൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ വാ അങ്ങനെ കഴിഞ്ഞിട്ട് നമ്മുടെ സീനിടും ആദ്യം. പിന്നെ കഴിഞ്ഞ 2 മാസം മുമ്പ് ഇട്ടേക്കണ വീഡിയോ ആയിരിക്കും അത് കഴിഞ്ഞിട്ട് ഇടുന്ന വീഡിയോ. ഫാക്റ്റാണ്. അതായത് ഞാനിടുമ്പോൾ ഇപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മളത് ഞാൻ നടക്കുന്നത് ചിലപ്പോൾ വേറെ ഏതെങ്കിലും സ്ഥലത്തായിരിക്കും ക്യാമറയൊക്കെ പിടിച്ചോണ്ടിങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഞാൻ BTS ഷൂട്ട് ചെയ്യണം, അവനോട് പറയുന്നത് അങ്ങനെ എന്നൊക്കെ പറയും. എന്നിട്ട് ഇങ്ങനെ കാണിക്കും, ഞാൻ ഇങ്ങനെ കാണിക്കും, വാവ് എന്നൊക്കെ പറയും. അവിടെ ആരും ഇല്ല, ഒരു ഭിത്തിയായിരിക്കും ചിലപ്പോൾ. പക്ഷേ അത് കഴിഞ്ഞിട്ട് വരുന്ന സീക്വൻസ് ചിലപ്പോൾ ഞാൻ കോർബറ്റിൽ ടൈഗറിനെ ഷൂട്ട് ചെയ്തോ അല്ലെങ്കിൽ ഇവിടെ പടയപ്പോ ഷൂട്ട് ചെയ്തോ അങ്ങനെ എന്തെങ്കിലും. പക്ഷേ അത് ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഇപ്പോൾ സിനിമ എന്ന് പറഞ്ഞ സാധനം അങ്ങനെയല്ല ഉണ്ടാക്കുന്നത്. സിനിമ ഉണ്ടാക്കുന്നത് I take it as a positive way only. It's a storytelling way. ഇപ്പോൾ നമ്മൾ സിനിമ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? wildlife becomes fiction, right?
ഫിക്ഷനല്ല, ഇറ്റ്സ് ദ വേ ടു ടെൽ ദ സ്റ്റോറി. ഇത് വൈൽഡ് സീക്വൻസ് കാണിക്കുന്നത് കറക്റ്റാണ്. പക്ഷെ ഞാൻ അവിടെ പോയി ഇപ്പോൾ വ്ളോഗേഴ്സ്, നമ്മളിപ്പോൾ വ്ളോഗ് എന്ന് പറയുമ്പോൾ അവിടെ ക്രോണോളജി ഡിഫറെൻ്റ് ആണ്. ക്രോണോളജി ഡിഫറെൻറ്റ്. സിനിമ തന്നെ, സിനിമ ആര് കാണിക്കുന്നു, നമ്മളൊരു മീഡിയത്തിലൂടെ നമ്മൾ കാണിക്കുന്നു, നമുക്കത് റീച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ആൾക്കാർ അത് ചെയ്യുന്നു. അതിപ്പോൾ എല്ലാവരും ചെയ്തു എന്നല്ല, ഞാൻ വളരെ കുറച്ചേ ചെയ്തിട്ടുള്ളൂ. ഞാനങ്ങനെ 1-2 ഇതിലൊക്കെ ഇട്ടിട്ടുള്ളൂ. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് കുറേ ഒന്ന് കയറുന്നത്. പക്ഷേ ഞാൻ അങ്ങനെ ഇടുന്നതിനോട് ആൾക്കാർക്ക് വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. എന്തോ ആളുകൾക്ക് എന്നെ ഇഷ്ടമല്ല അങ്ങനെ ചെയ്യുന്നതിനോട്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരുപാട് ഇതിടാറില്ല. പക്ഷെ അതൊക്കെ ഭാഗമാണ്. അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ എന്തുകൊണ്ടാണ് അക്സെപ്റ്റ് ചെയ്യാത്തത് എന്താ എനിക്ക് മനസ്സിലാകത്തില്ല. അത് ഇറ്റ്സ് ഓക്കെ ടു അക്സെപ്റ്റ് ദാറ്റ്, ലെറ്റ് ദം, ഐ മീൻ ഹൂഎവർ ഡസ് ദാറ്റ്, ചെയ്യട്ടെ, നല്ല കാര്യമില്ല. ഇറ്റ്സ് ആൻ ഇവല്യൂഷൻ, എവോൾവ് ചെയ്യുന്നു. So one last thing, like not rapid fire, you can elaborate, like so Indu Chudante future plans. ഇന്ദു ചൂടിന്റെ ഫ്യൂച്ചർ ഇല്ലാണ്ടിരിക്കുന്ന സമയത്താണ് ഫ്യൂച്ചർ പ്ലാനിനെ കുറിച്ച് ചോദിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ പറയരുത് കേട്ടോ, ലൈക്ക് ഫോർ ലൈക്ക് നിങ്ങളൊരു കാൻഡിഡേറ്റിന്റെ സ്കോപ്പുള്ള ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ ഫുൾ ടൈം ഇതിലാണ്. അപ്പോൾ ഫോട്ടോഗ്രാഫി. അപ്പം ഞാനിത് എനിക്ക് ഭയങ്കര ഒരു പ്ലാൻ ഉണ്ട്, ഒരു ബ്രാൻഡായിട്ട് ബിൽഡ് ചെയ്തിട്ട് ഒരു അതിൽ നിന്ന് ഒരുപാട് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക. അതുവഴി നമുക്കറിയാവുന്ന വേറെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക. പൈസ എന്നുള്ളത് മാത്രമല്ല, പൈസയും ഫാക്റ്റാണ്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിലൂടെ നമ്മൾക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നെ അതിനെ കുറിച്ച് ഏതെങ്കിലും രീതിയിൽ നമുക്ക് കൺസർവേഷൻ ആദ്യം നിങ്ങൾ ചോദിച്ചാൽ ഏതെങ്കിലും രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഭാഗം വരുവാണെങ്കിൽ അതിനെ സപ്പോർട്ട്, ഇപ്പോൾ NGOസിനൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണം. ഞാനത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിൽ. ഹോപ്പ്ഫുള്ളി മിഡ് ഓഫ് ദിസ് ഇയർ ഐ വിൽ ലോഞ്ച് ദാറ്റ്. അത് അങ്ങനെ ഒരു സംഭവമുണ്ട്, അത് ഞാൻ സമയം പറയാം. പക്ഷേ ഞാൻ വർക്ക് അതിന് പുറത്ത് ഉള്ള പണിയിലാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഫുൾ ടൈം ഇതിലേക്ക് മാറാൻ തന്നെ തീരുമാനിച്ചത്. All the very best for that. Thank you. അപ്പോൾ that's what the target is. So can you just brief about your upcoming trips, like you know the recent ones, like upcoming trip എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, അത് ഞാൻ പറഞ്ഞ ജേർണി ഓൺ എന്ന് പറഞ്ഞൊരു UK ബേസ്ഡ് ട്രാവൽ കമ്പനി ആയിട്ടൊരു ടൈപ്പ് ചെയ്തിട്ട് ഞങ്ങൾ എൻ്റെ ഫസ്റ്റ് ട്രിപ്പ് May 20th മസായ് മറ. So if anybody wants to join, you can join. We already have 5 people joined. Okay. അത് കഴിഞ്ഞിട്ട് മസായ് മറ 26th ആണ്. അത് കഴിഞ്ഞിട്ട് 27 to മഡഗാസ്കർ. അത് കഴിഞ്ഞ് ആ മാസം ഞാൻ നെയ്റോബിയിൽ നിന്ന് തന്നെ മഡഗാസ്കറിന് പോകും. അവിടെ മഡഗാസ്കർ. അപ്പോൾ ഒരു 8 days അങ്ങനെ തോന്നുന്നു ആ ട്രിപ്പ്. പിന്നെ തിരിച്ചു വന്നിട്ട് ജൂലൈയിൽ ഫസ്റ്റ് വീക്കിൽ June 30th കണ്ട് ബോർണിയോ പിന്നെയും പോകുന്നുണ്ട്. പിന്നെ ടാൻസാനിയ ഉണ്ട്. എല്ലാം ഒന്ന് കിടപ്പുണ്ട്. എല്ലാത്തിൻ്റെ ലിങ്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇതിൽ ബയോയിൽ ലിങ്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. Okay, so all the very best for your future endeavors. Thank you so much. ഇത്രയും നേരം രസമായിട്ട് സംസാരിച്ചു. എനിക്ക് കാഷ്വലായിട്ട് സംസാരിക്കാൻ അറിയാവുള്ളൂ. ഞാൻ പൊതുവെ സംസാരിക്കും. എൻ്റെ അടുത്തിരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ പോലും ബസ്സിലായി പോലും ഞാൻ വെറുതെ വിടുന്ന ഒരാളല്ല. സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ സംസാരിച്ചു ഭയങ്കര കാഷ്വലായിട്ട് പോകും. അപ്പോൾ ചിലപ്പോൾ അതുകൊണ്ട് നമ്മൾ എയറിൽ കയറാനുള്ള സകല ചാൻസും കിട്ടും. മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കും, ഇല്ലാത്തവർ പറയും. എനിക്ക് ചിലപ്പോൾ ആൾക്കാരൊക്കെ വന്ന് ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ട് അക്കൗണ്ടിലൊക്കെ വന്നാൽ. നമുക്കത് ഇറ്റ്സ് പാർട്ട് ആൻഡ് പീസ് ഓഫ് ദിസ്. അത് പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. പക്ഷെ അപ്പോൾ ഇങ്ങനെ ഒരു സംഭവത്തിൽ വിളിച്ചിരുത്തിയതിൽ താങ്ക് യു സോ മച്ച്. അല്ല, ഭയങ്കര രസമായിരുന്നു. കാഷ്വലായിട്ട് സംസാരിക്കാൻ പറ്റില്ല. നമ്മൾ ഭയങ്കര ഫോർമലായിട്ടൊന്നും അല്ല നമ്മൾ ചോദിക്കാൻ. നമ്മൾ സാധാരണ ഇരുന്ന് വർത്താനം പറയുമ്പോൾ തന്നെ വർത്താനം പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു. സോ താങ്ക് യു വെരി മച്ച് ഫോർ ബീങ് ഹിയർ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.